ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയത് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അംഗങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തി. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ DGP ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷിക്കുന്നത്. സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 മാസം വേറെ സമയം വേണ്ടിവരും. വിശദമായ പരിശോധന നടത്തുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി. ജയിലിലെ തടവുകാരുടെ എണ്ണം കൂടുതലാണ്, ജയിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. അപ്പോൾ ജയിലിലെ പോരായ്മകളുണ്ട്, സൗകര്യക്കുറവുണ്ട്, പുതിയ ജയിൽ വേണ്ടി വരും, പല പല കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ ജയിലിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഏത് രീതിയിൽ ആധുനിക സംവിധാനങ്ങളൊക്കെ കൂട്ടണം, ഏത് രീതിയിൽ മാൻ പവർ കൂട്ടണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. എല്ലാം നോക്കി ഞങ്ങൾ ശുപാർശ ചെയ്യും. പ്രധാനപ്പെട്ട ജയിലുകൾ എന്ന് പറഞ്ഞാൽ ജില്ലാ ജയിലുകളുണ്ട്, സെൻട്രൽ ജയിലുകളുണ്ട്, പിന്നെ ഓപ്പൺ ജയിലുകളുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ജയിലുകൾ നോക്കും. അപ്പോൾ ജയിലിലെ തടവുകാരുടെ ബാഹുല്യം, ജയിൽ ഉദ്യോഗസ്ഥരുടെ കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം പരിഗണിക്കും. ചാമി ഏത് രീതിയിലാണ്, ഏത് സാഹചര്യത്തിലാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്, എങ്ങനെ അയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നു, ഇതിനെക്കുറിച്ചാണ് ആദ്യം അന്വേഷിക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ വിസിറ്റ് തന്നെ അതിനു വേണ്ടിയാണ്. പിന്നീട് രണ്ടാമത് ഇങ്ങനെ ഭാവിയിൽ മറ്റാളുകൾ ചാടിപ്പോകാതിരിക്കാൻ സംസ്ഥാനത്തെ ജയിലുകളിൽ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ചാമിയുടെ ചാട്ടവും അതുമായിട്ടുള്ള അനുബന്ധ സാഹചര്യങ്ങളും ഭാവിയിൽ ഇത് നടക്കാതിരിക്കാനുള്ള കാരണങ്ങളും അതാണ് അന്വേഷിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ അയച്ചത്. ഫെലിക്സ്, സർക്കാർ പ്രത്യേകമായി വിവിധ തരത്തിലുള്ള പരിശോധനകൾ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഉന്നതമായ കമ്മിറ്റിയാണ് ഇപ്പോൾ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത്. അന്വേഷണത്തിന്റെ രീതി എങ്ങനെയായിരിക്കും? രതീഷ്, ഇത് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം മാത്രമല്ല, അതിനൊപ്പം തന്നെ കേരളത്തിലെ ജയിലുകളുടെ അവസ്ഥ എന്താണ്, സുരക്ഷാ സംവിധാനങ്ങൾ എത്രമാത്രമുണ്ട്, ആൾബലമുണ്ടോ, അതായത് ജയിൽ ജീവനക്കാരുടെ എണ്ണം എത്രത്തോളമുണ്ട്, ഒപ്പം തന്നെ ഈ തടവ് പുള്ളികളുടെ എണ്ണം, അവരുടെ ബാഹുല്യം, അത് സംബന്ധിച്ചുള്ള പരിശോധന, അങ്ങനെ മൊത്തത്തിൽ ജയിലുകളിലെ നിലവിലെ അവസ്ഥ എന്ത് എന്ന പരിശോധനയാണ് നടത്തുന്നത്. അതിൽ ആദ്യ ഘട്ടം എന്നത് ഗോവിന്ദച്ചാമി എങ്ങനെ ജയിൽ ചാടി, അതിനുള്ള സാഹചര്യം എന്തൊക്കെ ഉണ്ടായി, ജയിലിൽ അഴി മുറിക്കാൻ ഇയാൾക്ക് എങ്ങനെ സാധിച്ചു, അതിനുള്ള സംവിധാനങ്ങൾ അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇനി ഇങ്ങനെയൊരു ജയിൽ ചാട്ടം ഉണ്ടാകാതിരിക്കാനുള്ള എന്തൊക്കെ ഇടപെടൽ വേണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് പ്രധാനമായും അന്വേഷിച്ച് പരിശോധിച്ച് അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക. 3 മാസം സമയമാണ് നൽകിയിട്ടുള്ളത്, പക്ഷേ അതുകൊണ്ട് തീരില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 മാസം കൂടി വേണ്ടി വരും. 6 മാസത്തിനുള്ളിൽ മാത്രമേ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയൂ. കാരണം കണ്ണൂർ സെൻട്രൽ ജയിലിൽ മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജയിലുകളിലും പരിശോധന നടത്തും. പുതിയ ഒരു ജയിൽ വേണം, അത് നേരത്തെ മന്ത്രിസഭ തീരുമാനിച്ചതാണ്. അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഇവരുടെ കമ്മിറ്റി സർക്കാരിന് സമർപ്പിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് അന്വേഷിക്കാനാണ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അംഗങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയത്. അതേസമയം തന്നെ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരും മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസും ഉൾപ്പെടുന്ന സമിതി സംസ്ഥാനത്തെ ആകെ ജയിലുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. ഒപ്പം ജയിലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന തടവുപുള്ളികളുടെ എണ്ണം, കുറ്റവാളികളുടെ എണ്ണം, റിമാൻഡ് പ്രതികളുടെ എണ്ണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ നിർദ്ദേശങ്ങൾ, ശുപാർശകൾ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെലിക്സ് ആണ് ആ വിവരങ്ങൾ നൽകിയത്.